ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനമാണ്. എല്ലാവരും ഏറെ പേടിയോടെ കാണുന്ന രോഗമാണ് ക്യാൻസർ. ക്യാൻസർ ബാധിച്ചു കഴിഞ്ഞാൽ മാറില്ലെന്ന് കരുതുന്ന ആളുകളാണ് അധികം പേരും. എന്നാൽ പുതിയ ചികിത്സാ സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ക്യാൻസറിനെ എളുപ്പം മാറ്റാനാകും. ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, സംസ്കരിച്ച മാംസം ക്യാൻസറിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു, പ്രത്യേകിച്ച് വൻകുടൽ ക്യാൻസർ. സംസ്കരിച്ച മാംസങ്ങളായ ബേക്കൺ, സോസേജുകൾ, ഹോട്ട് ഡോഗ്, ഡെലി മീറ്റുകൾ എന്നിവയെ ഗ്രൂപ്പ് 1 കാർസിനോജനുകളായി തരംതിരിച്ചിട്ടുണ്ട്. അതായത് അവ ക്യാൻസറിന് കാരണമാകുന്നുവെന്ന് അറിയപ്പെടുന്നു. കാലക്രമേണ കോശങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന നൈട്രേറ്റ് പോലുള്ള വിഷപദാർത്ഥങ്ങൾ ഈ മാംസങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. വീട് വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളും ആരോഗ്യത്തിന് അപകടമുണ്ടാക്കാറുണ്ട്. ചില ക്ലീനിംഗ് ലൈനുകളിൽ താലൈറ്റ്സ്, ബെൻസിൻ പോലുള്ള രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. അവ രക്താർബുദം, ലിംഫോമ തുടങ്ങിയ മാരക രോഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ രാസവസ്തുക്കൾ ദീർഘനേരം എക്സ്പോഷർ ചെയ്യുന്നത് രോഗപ്രതിരോധ സംവിധാനത്തെ ദുർബലപ്പെടുത്തുകയും ഹോർമോണുകളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. വായുമലിനീകരണവും ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഫൈൻ കണികാദ്രവ്യവും വായുമലിനീകരണവും പുകവലിക്കാത്തവരിൽ പോലും ശ്വാസകോശ അർബുദത്തിനുള്ള സാധ്യതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ ചുവന്ന മാംസം കഴിക്കുന്നതും അന്നനാളം, കരൾ, ശ്വാസകോശ അർബുദം എന്നിവയ്ക്കുള്ള സാധ്യത 20% മുതൽ 60% വരെ വർദ്ധിപ്പിക്കുന്നതായി പഠനങ്ങളിൽ പറയുന്നു.